ഫെബ്രുവരി 1 ആർ എസ് എസുമാണ് ഡൽഹിയിൽ ബി ജെ പിയെ ജയിപ്പിച്ചത് എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ വരുന്നുണ്ട്. മറ്റ് പല കാരണങ്ങളുണ്ടെങ്കിലും ഈ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് എന്ന്. ആർ എസ് എസിൻ്റെ 100-ാം വർഷമാണിത്. എത്രമാത്രം 27 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരുന്നത്. 27 സെപ്റ്റംബർ ആകുന്നതിന് മുമ്പ് തന്നെ പല ദൗത്യങ്ങളും അവർക്ക് വിജയകരമായിട്ട് ചിലപ്പം പൂർത്തീകരിക്കേണ്ടതുണ്ടാവും. അതിൽ ഒരു ലക്ഷ്യമായിരുന്നു ഡൽഹി. തീർച്ചയായിട്ടും ഫെബ്രുവരി 1 ഉദ്ദേശിച്ചത് ഗൗതം ദേശീയ ബഡ്ജറ്റ് വന്നതാണ്. അപ്പോൾ ബഡ്ജറ്റിലൂടെ ഡൽഹിയിലെ മിഡിൽ ക്ലാസ്സിന് ഏറ്റവും സ്വീകാര്യമായ ഒരു പ്രഖ്യാപനം വന്നു. അതാണ് ആദായ നികുതി പരിധി ഉയർത്തിയത്. അത് 12 ലക്ഷമായി ഒറ്റയടിക്ക്. അത് വലിയ പ്രതീക്ഷാ നിർഭരമായ ഒരു വാഗ്ദാനമായി, അത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി അവിടെ പ്രതിഫലിച്ചു. അത് ഇന്ത്യയിലെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് വേദിയിൽ ഏറ്റവും ശക്തമായി പ്രതിഫലിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് ഡൽഹി തന്നെയാണ്. പിന്നെ ഡൽഹി മെട്രോപോളിസിൽ കാരണം ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ സാലറീഡ് ക്ലാസ് തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം, മധ്യവർഗം ഉള്ള സ്ഥലം. അവിടെ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയിൽ വലിയ ഇളവ് കിട്ടും എന്ന് മാത്രമല്ല, അവർ ഇൻ എഫക്റ്റ് ആദായ നികുതി കൊടുക്കേണ്ടി വരില്ല. പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒരു 75,000 രൂപ ആയിട്ട് ഉയർത്തി. അപ്പോൾ ഇത് രണ്ടും ഡൽഹിയിലെ വോട്ടർമാരിൽ ഒരു 35% വരുന്ന മധ്യവർത്തികളിൽ സ്വാധീനം ഉണ്ടാക്കി. അപ്പം പെൻഷൻകാരെയും സാലറിഡായിട്ടുള്ള ആളുകളെയുമാണ് അത് ആശ്വാസകരമായി നൽകുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് അവിടുത്തെ വോട്ടർമാർ പ്രതിഫലിക്കാതിരിക്കില്ല. പിന്നെ രണ്ടാമത് RSSൻ്റെ റോൾ. RSS ഡൽഹിയിലെ 70 മണ്ഡലങ്ങളിൽ കുടുംബയോഗം നടത്തി. ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ഏകദേശം 50,000 അര ലക്ഷം കുടുംബയോഗങ്ങൾ ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഡൽഹിയിൽ RSS സംഘടിപ്പിച്ചു. അതിലൂടെ അവർ നൽകിയ ഒരു മെസ്സേജ് ഉണ്ടാവും. ആ കുടുംബയോഗങ്ങളിലെ ചർച്ച, അവിടുത്തെ ജനങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയ പ്രതീക്ഷ, അതൊക്കെ ഈ സെൻറ്റിനറി വർഷത്തിൽ RSS ചെയ്ത ഒരു വലിയ ദൗത്യമാണ്. ആ ദൗത്യവും ഈ നേരത്തെ പറഞ്ഞതിനേക്കാൾ വലിയ സ്വാധീനം ഗ്രാസ് റൂട്ട് ലെവലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാത്തരം ജനങ്ങളെയും എന്തുകൊണ്ട് BJP ജയിക്കണം, ഡൽഹി പോലെയുള്ള ഒരു സംസ്ഥാനത്ത് BJPയുടെ ഭരണം വരണം എന്ന കാര്യം അവരെ ഭംഗിതരേണ ബോധ്യപ്പെടുത്താൻ ഈ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തവർക്ക് കഴിഞ്ഞു. അതിൻ്റെയും ഫലം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇപ്പം ഇപ്പോഴത്തെ ഒരു വിവരം അനുസരിച്ചിട്ട് കെജ്രിവാൾ, സിസോദിയ, അതുപോലെ തന്നെ മറ്റ് പല പ്രമുഖ നേതാക്കളും അവിടുത്തെ നിലവിലെ മുഖ്യമന്ത്രി അതീഷിയൊക്കെ പിന്നിലാണ്. അതെ. അപ്പോൾ അത് കാണിക്കുന്നത് ഈ കഴിഞ്ഞ 12 വർഷമായി തുടരുന്ന ആം ആദ്മി പാർട്ടിയുടെ ഭരണം, ആ തുടർഭരണം അവിടുത്തെ ഡൽഹിയിലെ ആളുകൾക്ക് കൃത്യമായി ഓരോ തവണ കഴിയുമ്പോഴും മനസ്സിലായി ഈ കെജ്രിവാൾ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് വന്നത്. ആം ആദ്മി പാർട്ടി എന്ന പേരുമായിട്ട് ചൂലെടുത്ത് വന്ന ഒരാളാണ്. അതെ. അപ്പോൾ അഴിമതിയെ തൂത്തെറിയാൻ വന്ന ആളാണ്. അഴിമതിക്കെതിരെ ചൂല് ഉയർത്തിയ നേതാവ് എന്ന നിലയിൽ ഡൽഹിയിൽ മാത്രമല്ല ഇന്ത്യയെ മുഴുവനും അദ്ദേഹത്തിൻ്റെ വലിയ ഒരു പ്രതീക്ഷയുണർത്തിയിരുന്നു 2013. അപ്പോൾ 2013 അദ്ദേഹം 70 സീറ്റിലും ജയിച്ചാണ് വന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. പിറ്റേ തവണ അദ്ദേഹത്തിന് 62 സീറ്റായി. അപ്പോൾ എല്ലാ പാർട്ടികളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് അഭൂതപൂർവമായ ഒരു വരവായിരുന്നു ഡൽഹിയിൽ. അതുവരെ ഒരു കക്ഷിക്കും നേടാൻ പറ്റാത്ത അത്ര ഭൂരിപക്ഷത്തിൽ അങ്ങനെ വന്ന ഒരാൾ പടിപടിയായിട്ട് ഈ വ്യാമോഹം, അധികാര വ്യാമോഹം ശതഗുണീഭവിച്ചു. ഡൽഹി പോലെ ഒരു ചെറിയ പ്രദേശത്ത് മര്യാദയായിട്ട് ഒരു മാതൃകാ ഭരണം നടത്തിയിരുന്നെങ്കിൽ അടുത്ത സംസ്ഥാനത്തെ ജനങ്ങളിലേക്ക് അതിൻ്റെ സന്ദേശം സ്വാഭാവികമായി എത്തുമായിരുന്നു. പഞ്ചാബിലൊക്കെ എത്തി. ഇതിന് പകരം അദ്ദേഹം പെട്ടെന്ന് തന്നെ ഹരിയാന പിടിക്കാൻ നോക്കുന്നു, ഗുജറാത്ത് പിടിക്കാൻ നോക്കുന്നു, മധ്യപ്രദേശ് പിടിക്കാൻ നോക്കുന്നു. ഇദ്ദേഹം ഒരു ദേശീയ പാർട്ടിയായി പെട്ടെന്ന്
അപ്പോൾ ഒരു ദേശീയ പാർട്ടിയായിട്ട് വളരണമെങ്കിൽ അതിന് ഇഷ്ടം പോലെ റിസോഴ്സസ് വേണം. BJPയേക്കാൾ കൂടുതൽ ആം ആദ്മി പാർട്ടിയുടെ ഈ ഒരു പരാജയം മുമ്പോട്ട് വെച്ചതിൽ കോൺഗ്രസിന് വലിയൊരു പ്രാധാന്യമില്ല. കാരണം ഈ മദ്യ അഴിമതി അടക്കം ഏറ്റവും ആദ്യം പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് കെജ്രിവാളിനെതിരെ ഏത് തരത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. പക്ഷേ ഒരു കാര്യം വസ്തുതയാണ്, കോൺഗ്രസ് കൂടുതൽ വോട്ട് പിടിച്ചാൽ അത് BJPക്കായിരുന്നു ഗുണം ചെയ്യുന്നത്. കാരണം കെജ്രിവാളിന് കിട്ടേണ്ട വോട്ടാണ് അവിടെ നിന്ന് പോകുന്നത്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ. അപ്പം ന്യൂനപക്ഷ വോട്ടുകൾ ഡൽഹിയിൽ അത് നിർണായകമാണ്. അത് ചിഹ്നമായ രണ്ടായി വിഭജിക്കപ്പെട്ടാൽ അതിന് ഹിന്ദു ഏകീകരണം മൂലമുള്ള ഗുണം BJPക്ക് കിട്ടും. അതവിടെ ഒരു പരിധിവരെ BJP സ്ഥാനാർത്ഥികൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ വോട്ട് മുമ്പത്തേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട് ശതമാനം, നേരിയ തോതിലെങ്കിലും. ആ വർധനവിൻ്റെ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയായി നിന്നിരുന്നുവെങ്കിൽ അത് കെജ്രിവാളിനും കോൺഗ്രസിനും കൂടെ കിട്ടേണ്ടതായിരുന്നു. ഇന്ത്യ മുന്നണി തകരാതെ മത്സരിച്ചിരുന്നുവെങ്കിൽ, ഡൽഹിയിൽ ഇന്ത്യ മുന്നണി മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പിക്ചർ വേറൊന്നാകുമായിരുന്നു. അല്ല, പക്ഷേ കോൺഗ്രസ്സിന് ഈ ആം ആദ്മി പാർട്ടി രംഗത്ത് വരുമ്പം തന്നെ, കെജ്രിവാൾ രംഗത്ത് വരുമ്പം തന്നെ ഏറ്റവും ആദ്യം ഉന്നയിച്ചത് കോൺഗ്രസിൻ്റെ അഴിമതിയെക്കുറിച്ചാണ്, കോൺഗ്രസിൻ്റെ അധികാരത്തിലുണ്ടായിരുന്ന അഴിമതിയെക്കുറിച്ചാണ്. അവരുമായിട്ട് തന്നെ പിന്നീട് വീണ്ടും സഖ്യം ചേരുക, ഇന്ത്യ സഖ്യത്തിൽ കൂടെ ചേരുക എന്ന് പറയുന്നത് ഇവരുടെ ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് ഈ ഡൽഹിയിലെ ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസം ഇല്ലായ്മ ഉണ്ടാക്കിയിട്ടില്ല. തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി രൂപം കൊണ്ട സമയത്തെ അതിനകത്ത് വൈരുദ്ധ്യങ്ങളാണ് കൂടുതൽ മുഴച്ചു നിന്നത്. അതിൽ നിന്ന് എല്ലാ പാർട്ടികൾക്കും, ഇതെല്ലാം പ്രാദേശിക പാർട്ടികളുടെ കൂട്ടായ്മയാണ്. കോൺഗ്രസ് മാത്രമേ ഉള്ള അതിനൊരു ദേശീയ സ്വഭാവമുള്ള കക്ഷി, ബാക്കിയെല്ലാം റീജിയണൽ പാർട്ടീസാണ്. റീജിയണൽ പാർട്ടീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷനും ഭരണലക്ഷ്യവും എല്ലാം അതാത് സ്റ്റേറ്റാണ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് തൽക്കാലം ഡൽഹിയാണ്. അതിൽ നിന്ന് അയാൾക്ക് വ്യാമോഹം കൂടിയപ്പോഴാണ് അയാൾ താഴ്ന്നത്. SP ആണെങ്കിൽ UP ആണ്, തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിൽ ബംഗാളാണ്. അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ വന്നാൽ DMKയ്ക്ക് തമിഴ്നാട്ടിൽ DMKയ്ക്ക് തമിഴ്നാട് വിട്ടൊരു കളിയില്ല. അപ്പോൾ ഇങ്ങനെ ഓരോരോ പ്രാദേശിക സത്രകളെ വെച്ചുകൊണ്ട് ഒരു രൂപം കൊടുത്ത ഒരു അവിയൽ മുന്നണിയാണ് ഇന്ത്യ മുന്നണി. അതിനകത്തെ വൈരുദ്ധ്യങ്ങളെല്ലാം അതിൻ്റെ തുടക്കത്തിലേ നിഴലിച്ചിരുന്നു. ഡൽഹിയിലൊരു സ്റ്റേറ്റ് ഇലക്ഷൻ, ഒരു സംസ്ഥാന നിയമസഭാ ഇലക്ഷൻ നേരിടുന്നതിൽ പോലും അതുകൊണ്ടാണ് അവർക്കൊരു ഐക്യമായിട്ട് തുടക്കം മുതൽ നീങ്ങാൻ പറ്റാതെ വന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഇതായിരിക്കും ഫലം എന്ന് വലിയ കാൽക്കുലേഷനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതായിരുന്നു. അപ്പോൾ ആ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വ്യക്തമായിരിക്കുന്നത്. എന്തായാലും RSSൻ്റെ ഒരു സ്വാധീനം ഒരു വലിയ സ്വാധീനം തന്നെ. തീർച്ചയായിട്ടും അതിപ്പോൾ BJPയുടെ ഒരു ആത്മീയ അടിത്തറ എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയം സേവക് സംഘമാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനം നിശബ്ദമാണ്. അത് നമ്മളുടെ പൊതുമാധ്യമങ്ങളിലൊന്നും ദൈനംദിനം നിഴലിക്കുന്നതല്ല. അതെ, വളരെ സൂക്ഷ്മമായിട്ട് അവരിങ്ങനെ പ്രവർത്തിച്ചു. അത് ഗ്രാസ് റൂട്ട് ലെവലിൽ വളരെ സൂക്ഷ്മമായും ഒട്ടും ആർഭാടമോ ബഹളമോ ഇല്ലാതെ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ ഫലം നമ്മൾ പിന്നീട് അറിയുക. അപ്പോൾ ആ ഫലമാണ് ഇപ്പോൾ കാണുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, 1,00,000 കുടുംബയോഗങ്ങൾ ഒരു പ്രദേശത്ത് ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ നടക്കണമെങ്കിൽ അതിലൂടെ പോയിരിക്കുന്ന സന്ദേശവും അതിൻ്റെ എഫർട്ടും എത്രയാണ്. അത് തീർച്ചയായിട്ടും ഒരു വലിയ സൈസബിളായിട്ടുള്ള ഇൻഫ്ലുവൻസ് വോട്ടേഴ്സിനിടയ്ക്ക് ഉണ്ടാക്കി. എത്രയൊക്കെ പ്രവർത്തിച്ചിട്ടും ഈ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഒരു സീറ്റ് പോലും 0 ഇപ്പം കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലവിലെ റിപ്പോർട്ട് പ്രകാരം. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു ഇൻഫ്ലുവൻസ് ആളുകൾക്കിടയിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എന്തൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. രാഹുൽ ഗാന്ധി ഒരു ദേശീയ ലീഡർഷിപ്പിൽ ഒരു പരാജയമാണ്. അത് കോൺഗ്രസ്സുകാർക്കൊക്കെ അറിയാം. പക്ഷേ അവർക്കൊന്നും ധൈര്യമില്ല. അവർക്ക് കോൺഗ്രസ്സിലെ നമ്പർ 1 കുടുംബത്തിൻ്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്യാനോ അതിനെതിരെ അതിലെ സത്യസന്ധത എവിടെ അഭിപ്രായം പറയുവാനോ വസ്തുതകൾ വിളിച്ചു പറയുവാനുള്ള ധൈര്യം കോൺഗ്രസ്സിലെ തലമൂത്ത നേതാക്കൾക്ക് പോലും ഇല്ല എന്നതാണ് ആ പാർട്ടിയുടെ ദയനീയ അവസ്ഥ. അതിൽ ജനാധിപത്യമേ ഇല്ല, പണ്ട് മുതലേ ഇല്ല. ജനാധിപത്യത്തിനെതിരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 19 മാസം ഇന്ത്യയെ ഇരുട്ടിൽ നിർത്തിയ ഒരു പാർട്ടിയാണ്. അവർ ഡൽഹിയിൽ
3.5 ദശാബ്ദക്കാലം രാഷ്ട്രപതി ഭരണം നിലനിർത്തി. ഇന്ദിരാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഡൽഹിയിൽ ഒരിക്കലും നിയമസഭാ ഇലക്ഷൻ നടത്തിയിരുന്നില്ല. അവരുടെ ദീർഘകാലം, അവരുടെ ഭരണത്തിൻ്റെ ആ ദീർഘകാലം മുഴുവനും ഡൽഹി വാസ് അണ്ടർ പ്രസിഡന്റ് റൂളായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയെ സ്വച്ഛാധിപത്യം അത് ഡൽഹിയിലെ വോട്ടർമാർ അത്രയേറെ ഭയമായിരുന്നു. അപ്പോൾ അതൊരു കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് രാഷ്ട്രപതി ഭരിക്കുവാനുള്ള സൗകര്യം പിന്നെ ലഫ്റ്റനൻറ്റ് ഗവർണറെയൊക്കെ വെച്ചിട്ടാണ് അവിടെ ഭരിച്ചത്. പിന്നീട് ശിലാജീഷിത്ത് വന്നു. പിന്നീട് വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP ആണ് ജയിച്ചത്. BJPയുടെ മദൻലാൽ ഖുരാന അങ്ങനെയാണ് അവിടെ മുഖ്യമന്ത്രിയായി ആദ്യം വരുന്നത് 98-ൽ. അപ്പോൾ അതിനുശേഷം ഷീല വന്നു. ഷീല 2013 പരാജയപ്പെടുത്തി അരവിന്ദ് കെജ്രിവാൾ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഉസ്താദായിട്ട് വന്നു. ആ ആൾ തന്നെ അഴിമതിയിൽ കുളിച്ച് ഇപ്പോൾ തോറ്റ് പിൻവാങ്ങിയിരിക്കുന്നു. എന്തായാലും കോൺഗ്രസ് അപ്രസക്തമാവുകയാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കാര്യമായ അഴിച്ചുപണി ഉണ്ടാകാതെ, അതിൽ ജനാധിപത്യ ബോധത്തോടെ പുനഃസംഘടിപ്പിക്കാതെ പ്രാദേശിക ലെവലിലൊക്കെയുള്ള കോൺഗ്രസ്സുകാർ അസംതൃപ്തരാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമോ പ്രിയങ്ക ഗാന്ധിയുടെ മൂക്കോ കണ്ടൊന്നും ഇന്നത്തെ കാലത്ത് ജനങ്ങൾ പോവില്ല. ജനങ്ങൾ മാറി. പുതിയ ജനറേഷനെ ആവേശം കൊള്ളിക്കാവുന്ന ഒരു ആശയവും കോൺഗ്രസ്സിലില്ല. അതാണ് അതിൻ്റെ ദയനീയ അവസ്ഥ.